Hello everyone, welcome back to Shah's Learning. ഇന്നത്തെ ആക്ടിവിറ്റി കാർഡ് നമ്മൾ വൈ ക്ലാസിഫിക്കേഷൻ എന്ന് പറഞ്ഞ പാഠത്തിൽ നിന്നാണ്. തരം തിരിക്കുന്നത് എന്തിന്? ഓക്കെ, ആർ യു റെഡി? മോഡേൺ ട്രെൻഡ്സ് ഇൻ ടാക്സോണമി. വർഗീകരണ ശാസ്ത്രത്തിലെ നൂതന പ്രവണതകൾ. ആക്ടിവിറ്റി 10. ആൻസർ ദ ക്വസ്റ്റ്യൻസ് ബേസ്ഡ് ഓൺ ദ ഡിസ്ക്രിപ്ഷൻ ആൻഡ് ടേബിൾ ഗിവൺ ബിലോ. തന്നിരിക്കുന്നത് വായിച്ച് അതിനനുസരിച്ച് നിങ്ങൾ ആൻസർ ചെയ്യണം. ഓക്കെ. Earlier, organisms were classified under two categories, namely Kingdom Plantae and Kingdom Animalia. മുമ്പ് നിലവിലുണ്ടായിരുന്ന രണ്ട് കിങ്ഡം വർഗീകരണ രീതി അനുസരിച്ച് ജീവജാലങ്ങളെ പ്ലാന്റേ, അനിമാലിയ, സസ്യലോകം, ജന്തുലോകം എന്നിങ്ങനെ രണ്ട് വലിയ വിഭാഗങ്ങളിലാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഓക്കെ, ആസ് മോർ ആൻഡ് മോർ നോളജ് വാസ് ഗെയിൻഡ് അബൌട്ട് ദ ഡൈവേഴ്സിറ്റി ഓഫ് ലിവിംഗ് വേൾഡ് and their peculiarities, many organisms could no longer be included in these two categories. എന്നാൽ ജീവലോകത്തെ വൈവിധ്യങ്ങളെക്കുറിച്ച് പിന്നീട് നേടിയ അറിവുകളെ അടിസ്ഥാനത്തിൽ what happened? We can't include all the things in these two categories. So, in the light of the knowledge gained later on the diversity of species, Robert H. Whittaker, an American botanist, classified organisms into 5 kingdoms. റോബർട്ട് എച്ച് വിറ്റക്കർ എന്ന അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞൻ ജീവികളെ 5 കിങ്ഡങ്ങളായി തരംതിരിച്ചു. യു ക്യാൻ സീ ഹിയർ ദ 5 kingdom classification. Here 3 table is given. First table tell you about the kingdom. Second one, some organisms included in the kingdom. And third table shows you about the peculiarities. അഥവാ കിങ്ഡം ഉൾപ്പെടുന്ന ചില ജീവികൾ, സവിശേഷതകൾ. First one, Monera. In Monera you can see bacteria. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്തൗട്ട് ന്യൂക്ലിയസ്. ന്യൂക്ലിയസ് ഇല്ലാത്ത ഏകകോശ ജീവികളിൽ പെടുന്നതാണ് ബാക്ടീരിയ. കിങ്ഡം മൊണീറ. ഓക്കെ. പ്രോട്ടിസ്റ്റ. എക്സാമ്പിൾ അമീബ. യൂണിസെല്ലുലാർ ഓർഗാനിസം വിത്ത് എ ന്യൂക്ലിയസ്. ന്യൂക്ലിയസോട് കൂടിയ ഏകകോശ ജീവിയാണ് അമീബ. ഓക്കെ. നെക്സ്റ്റ് വൺ, ഫംഗായ്. ഫംഗായ്, മഷ്റൂംസ്. എക്സാമ്പിൾ കുമിളുകൾ. നോൺ-മൊട്ടൈൽ, ഹെറ്ററോട്രോഫിക്, യൂണിസെല്ലുലാർ ഓർ മൾട്ടിസെല്ലുലാർ ഓർഗാനിസം. സഞ്ചരിക്കാൻ കഴിവില്ലാത്ത പരപോഷികളായ ഏകകോശ ജീവികൾ ഓർ ബഹുകോശ ജീവികൾ. ഓക്കെ. നെക്സ്റ്റ് വൺ ഈസ് പ്ലാന്റ്. എക്സാമ്പിൾ പ്ലാന്റ്, സസ്യങ്ങൾ. ഓട്ടോട്രോഫിക്, മൾട്ടിസെല്ലുലാർ, നോൺ-മൊട്ടൈൽ ഓർഗാനിസം അഥവാ സ്വപോഷികളും സഞ്ചാരശേഷിയില്ലാത്തവയുമായ ബഹുകോശ ജീവികളാണ് പ്ലാന്റ്സ്. ഓക്കെ. നെക്സ്റ്റ് കിങ്ഡം ഇസ് അനിമാലിയ, ആനിമൽസ് അഥവാ ജന്തുക്കൾ. The peculiarities is heterotrophic multicellular organisms that have the capacity of locomotion. പരപോഷികളും സഞ്ചാരശേഷിയുള്ളവയുമായ ബഹുകോശ ജീവികളാണ് ജന്തുക്കൾ. ഓക്കെ, ഇതാണ് നിങ്ങൾക്ക് തന്നിരിക്കുന്ന ആശയങ്ങൾ. So the question is, are there only 2 kinds of living organism in the world? Justify your answer. ഈ ലോകത്ത് ആകെ 2 തരത്തിലുള്ള ജീവജാലങ്ങളാണോ ഉള്ളത്? ജസ്റ്റിഫൈ യുവർ ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഹൂ പ്രപ്പോസ്ഡ് ദ മെത്തേഡ് ഓഫ് കിങ്ഡം ക്ലാസിഫിക്കേഷൻ? 5 kingdom ക്ലാസിഫിക്കേഷൻ ആരാണ് കൊണ്ടുവന്നത്? ഓക്കെ, ക്യാൻ യു റൈറ്റ് ദ ആൻസർ? ഐ വിൽ വെയിറ്റ്. റൈറ്റ് ഫാസ്റ്റ്. So we can check. That is no. Earlier organisms were classified under 2 categories, but as more and more knowledge was gained about the diversity of living world, there were different kinds of living organism in the world. വെറും 2 തരത്തിലുള്ള ക്ലാസിഫിക്കേഷൻ, 2 തരത്തിലുള്ള ജീവജാലങ്ങൾ മാത്രമല്ല ഉള്ളത്, അല്ലേ? നമ്മൾ ശാസ്ത്രം പുരോഗമിക്കുന്നതിനനുസരിച്ച് എന്ത് പറ്റി? The kinds of living organisms were also changed. Okay. Who proposed the method of 5 kingdom classification? 5 kingdom classification ആരാണ് കൊണ്ടുവന്നത്? ഇറ്റ് ഈസ് റോബർട്ട് എച്ച് വിറ്റക്കർ, എൻ അമേരിക്കൻ. ഓക്കെ, ഒരു അമേരിക്കൻ സസ്യശാസ്ത്രജ്ഞനാണ് റോബർട്ട് എച്ച് വിറ്റക്കർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ഓൾദോ അമീബ ആൻഡ് ബാക്ടീരിയ ആർ യൂണിസെല്ലുലാർ ഓർഗാനിസം, ദേ ബിലോങ് ടു 2 different kingdoms. വാട്ട് ഈസ് ദ റീസൺ ഫോർ ദിസ്? അമീബയും ബാക്ടീരിയയും യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. എന്നിട്ടും അവർ 2 തരത്തിലുള്ള കിങ്ഡത്തിലാണ് പെട്ടിരിക്കുന്നത്.
വാട്ട് ഈസ് ദ റീസൺ? അതിന് കാരണം എന്താണ്? That is, amoeba has nucleus, whereas bacteria, it is also unicellular, but that does not has nucleus. Okay, അമീബക്ക് ന്യൂക്ലിയസ് ഉണ്ട്, എന്നാൽ ബാക്ടീരിയക്കോ ന്യൂക്ലിയസ് ഇല്ല. രണ്ടും ഏകകോശ ജീവികളാണ്, പക്ഷേ ന്യൂക്ലിയസിൻ്റെ അടിസ്ഥാനത്തിലാണ് അവ രണ്ടും രണ്ട് കിങ്ഡത്തിൽ ഉൾപ്പെട്ടിരിക്കുന്നത്. ഓക്കെ, നെക്സ്റ്റ് ആക്ടിവിറ്റി, സയൻറ്റിഫിക് നെയിംസ്. Okay, the picture of various organisms and their scientific names are given below. Observe this and complete the table. നിങ്ങൾക്ക് കുറച്ച് പിക്ചേഴ്സ് തന്നിട്ടുണ്ട്, അതിൻ്റെ സയൻറ്റിഫിക് നെയിംസും ശാസ്ത്രീയ നാമങ്ങളും തന്നിട്ടുണ്ട്. ഓക്കെ, എലിഫൻറ്റ്, ഇറ്റ് മീൻസ് എലിഫസ് മാക്സിമസ്. ദെൻ യു ക്യാൻ സി പീകോക്ക്, പാവോക്രിസ്റ്റാറ്റസ്. ഡോഗ്, കാനിസ് ഫെമിലാരിസ്. കാറ്റ്, ഫെലിസ് ഡൊമസ്റ്റിക്കസ്. നീം, Azadirachta indica. Crow, Corvus plantans. Paddy, Oryza sativa. Squirrel, Funambulus palmarum. Then hibiscus, Hibiscus rosa sinensis. Okay, these are the scientific names of these. Okay, so what you have to do is, you have given some table, you have to write the scientific name. Okay, organism is given, you have to study the scientific name. ശാസ്ത്രീയ നാമങ്ങൾ നിങ്ങൾ പഠിച്ച് എഴുതണം. Okay, ready? So you can check. Cat, Felis domesticus. Crow, Corvus plantans. Squirrel, Funambulus palmarum. Elephant, Elephas maximus. Peacock, Pavocristatus. Dog, Canis familiaris. Shoe flower, Hibiscus rosa sinensis. Neem, Azadirachta indica. Paddy, Oryza sativa. So these are all very important. So please study these scientific names. Okay, thank you. We can see in next class. Thank you.